ഹലോ ഗൈസ്, വെൽക്കം NPH മീഡിയ. ഓക്കെ, നിസാൻ പെട്രോൾ വണ്ടിയുടെ ഓയിൽ റീസെറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ ഈ സൈഡിലെ രണ്ട് ബട്ടണുകൾ അല്ലെങ്കിൽ രണ്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റീസെറ്റ് ചെയ്യുന്നത് സൈഡിൽ. ഓക്കെ, അതിൽ ഗോ ടു മെയിൻ്റനൻസിൽ പോവാം. മെയിൻ്റനൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ, അതുപോലെ ടയർ, അതുപോലെ അതേഴ്സ് എന്നൊക്കെയുള്ള ഓപ്ഷൻ കാണാം. അതിൽ ഓയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏത് ഓയിലാണോ നമുക്ക് യൂസ് ചെയ്തത്, 10,000 ആണ് യൂസ് ചെയ്തതെങ്കിൽ 10,000 എവിടെ എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 5,000 ആണെങ്കിൽ 5,000 നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഒരു പക്ഷേ ചിലപ്പം 10,000 ആണെങ്കിൽ അതെന്ത് ചെയ്യുക, 10,000 ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 32 വരെ പോവും, 30 വരെ പോവും. അതിനുശേഷം വീണ്ടും 0 ആവും. വീണ്ടും അതെന്ത് ചെയ്യാം, എത്രയാണോ 5,000 ആണെങ്കിൽ 5,000 വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ ട്രിപ്പ് A, ട്രിപ്പ് B എന്നുള്ളത് ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. അതിനുശേഷം അതിൽ മെയിൻ ഡിസ്പ്ലേയിൽ അതുപോലെ എന്താണ് ഒരു സിസ്റ്റം അതുപോലെ നമുക്ക് റീസെറ്റ് ചെയ്യാം. മെയിൻ്റനൻസ് റിക്വയർഡ് നിങ്ങളെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അല്ലേ. ജസ്റ്റ് എന്ത് ചെയ്യാം, അതിൽ എൻ്റർ അടിച്ചിട്ട് നേരെ ഇൻഫോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. ഇനി ഇതിൽ കറക്റ്റ് ഓപ്ഷനിൽ പോയിട്ടില്ലെങ്കിൽ ഇൻഫോയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ ഓപ്ഷനിലോട്ട് പോകാൻ പറ്റും. അതിൽ മെയിൻ്റനൻസ് റെക്കോർഡ് പോവുക, മെയിൻ്റനൻസ് എന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഈ റൊട്ടേറ്റ് ചെയ്തിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്താൽ അത് കൂടും കുറയും ചെയ്യും. അപ്പോൾ എത്രയാണോ നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ ഫില്ല് ചെയ്തത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കിലോമീറ്റർ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓയിലിൻ്റെ കിലോമീറ്റർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിൻ്റെ എത്രയാണോ കിലോമീറ്റർ വരെ ആ ടയർ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർവെല്ലുണ്ട് അല്ലേ. ഓക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പല സമയത്തും ചിലപ്പം സ്റ്റിക്കറൊക്കെ അല്ലെങ്കിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു റിമൈൻഡർ ഓൺ ചെയ്ത് വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതുപോലെ വരുള്ളൂ എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.